എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ സ്കോട്ട്ലൻഡ് വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്തെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം ചക്ക പുഴുക്ക്. അപ്പൊ ചക്കയുടെ പല വിഭവങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇത് സംഭവം ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. നമ്മുടെ ചക്കയുടെ സീസൺ ആണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ക്രേവിങ്സ് ഒക്കെ തോന്നാറില്ല, ചക്കയുടെ എന്തെങ്കിലും ഒന്നും കിട്ടിയാലോ. അപ്പോൾ ഇത് ചക്കയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലൊക്കെ റെഡിയാക്കി വെക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കാം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ ചെയ്തവരെ ചക്കപ്പുഴുക്ക് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. ചക്ക എരിശ്ശേരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത്, എനിക്കിവിടെ കിട്ടിയത് വലിയ ചക്കയുടെ ഒരു കാൽഭാഗമാണ്. അപ്പോൾ പറയുന്ന ഒരു 3 കപ്പൊക്കെ വരും. അത് ഇതുപോലെ മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അതേസമയം നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും മുറിക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഇതിലോട്ട് നമുക്ക് ഒരു അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അതേസമയം നിങ്ങൾക്ക് ആവിയിൽ വേവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു പാത്രത്തിൽ അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ പാത്രത്തിൽ വേവിക്കുകയാണെങ്കിൽ അതിലാണെങ്കിലും മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇടണേ. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സ്റ്റീമറിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് സ്റ്റീമർ ഒന്ന് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലോട്ട് ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് കുക്കായിക്കോളും. വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ ഇതാണ് ചെയ്യാറുള്ളത്. ഇഡ്ലി ചെമ്പിൽ അങ്ങ് ഇട്ടിട്ട് അങ്ങ് ആവി കയറ്റി എടുക്കും. പിന്നെ ഓരോ ഏരിയ മാറുന്നതോറും ഇതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ഈ പുഴുക്കിൻ്റെ റെസിപ്പിയിൽ. ഇപ്പം എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 10 മിനിറ്റ് നേരം സ്റ്റീം ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിതിലോട്ടൊരു കാര്യം ആഡ് ചെയ്യാൻ മറന്നു. എന്താണെന്നറിയാമോ? അല്പം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മറ്റേ പാത്രത്തിലാണെങ്കിലും മുളക് പൊടി ഇട്ടോളൂ കേട്ടോ. ഞാൻ പെട്ടെന്ന് മറന്നുപോയി. മുളക് പൊടി ഇല്ലാണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഒരുപാട് ഇട്ടുണ്ട് വരും. അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ആ സമയം കൊണ്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ നമ്മുടെ കല്ലിലിട്ടിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതേസമയം നമ്മുടെ തേങ്ങയുടെ കൂട്ടത്തിൽ കൂടെ അരക്കരുത് കേട്ടോ. അരച്ച് കഴിഞ്ഞാൽ തന്നെ ടേസ്റ്റ് മാറും. അപ്പം ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ 3 തനിയെ ചതച്ചതിന് ശേഷം കൊണ്ടുവരാം. ഞാനിവിടെ 10 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തു. അതുപോലെ തന്നെ ഒരു 6 കറിവേപ്പില ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഞാൻ 5 എടുത്തിട്ടുള്ളൂ. ഏഴെണ്ണം ഞാൻ കാണിച്ചല്ലോ. 5 നോക്കാം നമുക്ക്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. പിന്നെ സാധാരണ രീതിയിൽ പല സ്ഥലത്തും വെളുത്തുള്ളി ചേർക്കാറുണ്ട് ഇതിൽ. ഗ്യാസിന്റെ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്കും ജാനൊന്നും വെളുത്തുള്ളിയുടെ, അതായത് ഈ ചക്കയിൽ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേർക്കാം. ഈ സമയത്ത് തന്നെ ഈ ചെറിയ ഉള്ളി ചതച്ച് ചേർക്കുന്ന സമയത്ത് തന്നെ ഒരു 2 3 വലിയ വെളുത്തുള്ളി കൊണ്ട് ചതച്ച് ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകം ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ചെറിയ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശരിക്കും നമ്മുടെ അവിയലിന്റെ രീതിയിലോട്ട് ടേസ്റ്റ് മാറും. അപ്പോൾ ഇത് ചക്കപ്പുഴുക്കും അവിയലും നമ്മൾ വ്യത്യാസമില്ലാത്ത പോലെ ആവുന്നതുകൊണ്ട് ഞാൻ ചെറിയ ജീരകം ചേർക്കാറില്ല. അതും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചതച്ചങ്ങ് ചേർക്കാം കേട്ടോ. അതാണ്. ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു മാത്രം ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് ചേർക്കും. ചിലർ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ മാത്രം ഒഴിച്ചതിന് ശേഷം നിർത്തും. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. പിന്നെ ചിലർ തേങ്ങ വറുത്തിടും. അപ്പം നമുക്ക് എരിശ്ശേരിയുടെ സ്വാദിലോട്ട് പോകും. പുഴുക്കിൻ്റെ സ്വാദ് വരില്ല തേങ്ങ വറുത്തിടുമ്പോൾ. അതുകൊണ്ട് ഞാൻ തേങ്ങ വറുത്തിടുന്നില്ല. എരിശ്ശേരി നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചക്ക അത് വേവുന്ന സമയത്ത് അത് സ്റ്റീമായി റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലോട്ട് എല്ലാം കൂടി ഇട്ടിട്ടങ്ങ് റെഡിയാക്കി എടുക്കാം. ചക്ക നന്നായിട്ട് സ്റ്റീമായിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാം. കടായിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 10-12 ചക്കക്കുരു ഞാൻ വേവിച്ച് സെപ്പറേറ്റ് ആയിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരല്പം മാത്രം ഉപ്പ് ഇട്ടതിന് ശേഷം അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചക്കക്കുരു ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അമ്മ ഇതിനേക്കാൾ കൂടുതൽ ഇടുണ്ടോ, ഞാൻ പിന്നെ അത്ര എടുക്കുന്നില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. 10 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കൂടുതലുണ്ടായിരുന്നു ചക്ക, അതുകൊണ്ടാണ്. നല്ല മൂത്ത ചക്കയാണ്, അതുകൊണ്ട് നല്ല ചെറിയൊരു മധുരമുണ്ട് ഇതിന്. ഇത് മീഡിയം തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് തേങ്ങയും ചക്കയും കൂടി നന്നായി ഒന്ന് യോജിക്കണം. ഒരല്പം മാത്രം വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവുണ്ട്. പിന്നെ നമ്മളിനി കാച്ചി ഒഴിക്കുമ്പോൾ അതിൻ്റെയും കൂടെ എരിവ് വരും. ഇപ്പോൾ 5 പച്ചമുളക് മതിയാകും. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ 2 കൂടെ നമുക്ക് ചതച്ച് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആണിത്. ഓരോ പച്ചമുളക് അനുസരിച്ച് മാറ്റം വരുമല്ലോ. ഒന്ന് കുഴയട്ടെ കേട്ടോ. അതല്ല ചക്കപ്പുഴുക്ക് എന്ന് പറയുന്നത്. നമ്മളിതിൽ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ കുക്കായിരിക്കുന്ന സാധനത്തിൽ കൂടെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ പച്ചച്ചവ മാറാൻ പിന്നെ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചൂടുവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചക്ക കുഴച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല അടിപൊളി മധുരമുള്ള എന്ന് വെച്ചാൽ നല്ല മൂത്ത ചക്ക ആയതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇടേണ്ട എൻ്റെ പഞ്ചസാര പ്രയോഗത്തിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തങ്ങ് അടച്ചു വെക്കും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാഴ്ചയൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ പുഴുക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. കുഴഞ്ഞിരിക്കുന്നത് അതാണ് ഈ ചക്ക പുഴുക്ക് അല്ലെങ്കിൽ ചക്ക കുഴച്ചതെന്ന് പറഞ്ഞാൽ കുഴഞ്ഞിരിക്കുന്ന പറഞ്ഞാണേ. അപ്പോൾ കുറച്ച് നേരം നമുക്കിതിനങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് 10 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല വാസന. ഇപ്പോൾ ഇവിടെ ദുബായിലിരുന്നിട്ട് നമുക്ക് ചക്കപ്പുഴുക്ക് കഴിക്കാം. ശരി, ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. വിത്ത് യുവർ പെർമിഷൻ. അരേ വാ, ചക്കയുടെ ഗുണമുണ്ട് കേട്ടോ. ചക്ക അടിപൊളിയാണ്. അതാണ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.